കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കും സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. 2025 ജൂലൈ 22-ന് കാനഡയിലെ ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ ഒരു വലിയ എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പ് നടത്തിയിരിക്കുകയാണ്. ഇതിലൂടെ ആരോഗ്യ മേഖലയിലെയും സാമൂഹ്യ സേവന രംഗത്തെയും പ്രൊഫഷണലുകൾക്ക് കാനഡയിൽ സ്ഥിരതാമസമാക്കാൻ സാധിക്കും. ഇതുവരെ നടത്തിയിൽ വെച്ച് ഏറ്റവും വലിയ നറുക്കെടുപ്പാണിത്. ഏകദേശം 4000 പേർക്ക് സ്ഥിരതാമസത്തിനുള്ള ക്ഷണക്കത്ത് ലഭിച്ചു. ഇതിനു മുമ്പ് നടത്തിയ ആരോഗ്യ മേഖലയിലുള്ള നറുക്കെടുപ്പുകളിൽ 500 പേർക്കായിരുന്നു ക്ഷണം ലഭിച്ചത്. ഇതിൽ 8 മടങ്ങ് അധികമാണ് ഇത്തവണത്തെ നറുക്കെടുപ്പിലൂടെ ലഭിച്ചത്. കോംപ്രിഹെൻസീവ് റാങ്കിംഗ് സിസ്റ്റം കട്ട് ഓഫ് 475 ആയിരുന്നു. ജൂണിലെ കട്ട് ഓഫിനേക്കാൾ 29 പോയിന്റ് കുറവാണ്. 2025 ജൂലൈ 22-നായിരുന്നു നറുക്കെടുപ്പ് നടന്നത്. 4000 പേരെയാണ് ക്ഷണിച്ചത്. CRS കട്ട് ഓഫ് 475 ആണ്. 37 ആരോഗ്യ സാമൂഹ്യ സേവന തൊഴിലുകളാണ് ലക്ഷ്യമിടുന്നത്. 2025 മാർച്ച് 13-8 UTC ആണ് ടൈ ബ്രേക്ക് വരുന്നത്. മുമ്പത്തെ നറുക്കെടുപ്പുകളിൽ CRS കട്ട് ഓഫ് സ്കോറുകൾ കൂടുതലായിരുന്നു. എന്നാൽ ഇത്തവണ അത് കുറഞ്ഞു. അതേസമയം ക്ഷണിക്കപ്പെട്ടവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഏതൊക്കെ തൊഴിലുകൾക്കാണ് ഈ അവസരം ലഭിക്കുക? ഏകദേശം 37 ആരോഗ്യ സാമൂഹ്യ സേവന തൊഴിലുകൾക്ക് ഈ നറുക്കെടുപ്പിൽ മുൻഗണന ലഭിക്കും. അതിൽ ചില പ്രധാനപ്പെട്ടവ ഇതൊക്കെയാണ്: ജനറൽ പ്രാക്ടീഷണർമാർ ആൻഡ് ഫാമിലി ഫിസിഷ്യൻസ്, രജിസ്റ്റേർഡ് നഴ്സുമാർ, സൈക്രാറ്റിക് നഴ്സുമാർ, ഡെന്റിസ്റ്റുകൾ, ഫാർമസിസ്റ്റുകൾ, ഫിസിയോതെറാപ്പിസ്റ്റുകൾ, നേഴ്സ് എയ്ഡ്സ്, ഓർഡർലിമാർ, പേഷ്യൻ്റ് സർവീസ് അസോസിയേറ്റ്സ്, സോഷ്യൽ വർക്കർമാർ, സോഷ്യൽ ആൻഡ് കമ്മ്യൂണിറ്റി സർവീസ് വർക്കർമാർ. ഇത്രയധികം പേരെ തിരഞ്ഞെടുക്കാൻ IRCCയെ പ്രേരിപ്പിച്ച കാരണങ്ങളുണ്ട്. കാനഡയിൽ ആരോഗ്യ സംരക്ഷണ മേഖലയിലും സാമൂഹ്യ സേവന മേഖലയിലും ധാരാളം ഒഴിവുകളുണ്ട്. 9 പാദങ്ങളായി കുറഞ്ഞുവെങ്കിലും 2025 4.1% വേക്കൻസി നിരക്ക്. അതായത് ആളില്ലാത്ത ജോലികളുടെ എണ്ണം വളരെ കൂടുതലാണ്. കാനഡയിലെ ജനസംഖ്യ 2025 41 ദശലക്ഷം കവിഞ്ഞു. ഇതിൽ വലിയൊരു പങ്ക് കുടിയേറ്റക്കാരാണ്. പ്രായമായവരുടെ എണ്ണം, അതായത് 65 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം 19.3 ഉയർന്നു. അതിനാൽ നഴ്സുമാർ, സഹായികൾ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവരുടെ ആവശ്യം വർദ്ധിച്ചു. ചെറിയ നറുക്കെടുപ്പുകൾ പ്രാദേശിക ക്ഷാമം പരിഹരിക്കുന്നില്ലെന്ന് കണ്ട് പല പ്രവിശ്യകളും കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് അറ്റ്ലാന്റിക് പേറി പ്രവിശ്യകളിൽ ജീവനക്കാരുടെ കുറവ് കൂടുതലാണ്. 2025-27 ഇമിഗ്രേഷൻ ലെവൽ പ്ലാൻ അനുസരിച്ച് 2025 41,500 ഫെഡറൽ ഹൈ സ്കിൽഡ് അഡ്മിഷനുകൾ ഉണ്ടാകും. ഇതിൽ ആരോഗ്യ മേഖല, സ്റ്റീം, ഫ്രഞ്ച് സംസാരിക്കുന്നവർ എന്നിവർക്ക് മുൻഗണന നൽകും. CRS സ്കോറുകളും ITA-കളും തമ്മിലുള്ള താരതമ്യം കൂടി നോക്കാം. 2025 മെയ് 2 ITA 500, CRS 510. 2025 ജൂൺ 4 ITA 500, CRS 504. 2025 ജൂലൈ 22 ITA 4000, CRS 475. ITA-യുടെ എണ്ണം കൂടിയപ്പോൾ CRS സ്കോർ 35 പോയിന്റ് വരെ കുറഞ്ഞു. കൂടുതൽ ആളുകൾക്ക് അവസരം നൽകാനാണ് IRCC ലക്ഷ്യമിടുന്നത്. അപേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: CRS കട്ട് ഓഫ് 475 ആണെങ്കിലും ഇത് 2024 ജൂലൈയിലെ 445 എന്ന കട്ട് ഓഫിനേക്കാൾ കൂടുതലാണ്. അതിനാൽ നിങ്ങളുടെ CRS പോയിന്റ് കൂട്ടാൻ ശ്രമിക്കുക. ഭാഷാ പരീക്ഷകൾ വീണ്ടും എഴുതുക. പങ്കാളിയുടെ വിദ്യാഭ്യാസം, ജോലി പരിചയം എന്നിവ പരിഗണിച്ച് പോയിന്റുകൾ നേടുക. നഴ്സിംഗ്, അനുബന്ധ ആരോഗ്യ സേവനങ്ങൾ, സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് 518 മുതൽ 529 വരെ CRS വരുന്ന മറ്റ് നറുക്കെടുപ്പുകൾ ഒഴിവാക്കാം. ITA ലഭിച്ചാൽ 60 ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കണം. അതിനാൽ ആവശ്യമായ രേഖകൾ ECA, പോലീസ് സർട്ടിഫിക്കറ്റ്, ഫണ്ട് നൽകുന്ന രേഖ എന്നിവ തയ്യാറാക്കി വെക്കുക. ഒരു പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം ലഭിച്ചാൽ 600 പോയിന്റ് വരെ നേടാം. ഇത് തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ബ്രിട്ടീഷ് കൊളംബിയ, ഒന്റാറിയോ, നോവ സ്കോട്ടിയ തുടങ്ങിയ പ്രവിശ്യകൾ 2025 ആരോഗ്യ മേഖലയിൽ സ്പെഷ്യൽ PNP ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് ഉള്ള നഴ്സുമാരും സോഷ്യൽ വർക്കർമാരും കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ അപേക്ഷിക്കാൻ കാനഡയിലെ തൊഴിൽ പരിചയം നേടണം. ഈ വർഷം CECയുടെ CRS 518 മുതൽ 547 ആയിരുന്നു. വരാനിരിക്കുന്ന നറുക്കെടുപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. IRCC 2025 ഇതുവരെ 27 നറുക്കെടുപ്പുകളിലായി 49,403 ITA-കൾ നൽകിയിട്ടുണ്ട്. സാധാരണയായി 2 ആഴ്ച കൂടുമ്പോൾ നറുക്കെടുപ്പ് നടത്താറുണ്ട്. അതിനാൽ ആരോഗ്യ സാമൂഹ്യ സേവന മേഖലയിൽ വൈകാതെ ഒരു നറുക്കെടുപ്പ് പ്രതീക്ഷിക്കാം. ഒഴിവുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ 1000 മുതൽ 2000 ITA-കൾ വരെ ലഭിച്ചേക്കാം. കാനഡയുടെ ഈ വലിയ നറുക്കെടുപ്പ് ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്: ആരോഗ്യ സാമൂഹ്യ സേവന മേഖലയിലെ യോഗ്യരായ പ്രൊഫഷണലുകൾക്ക് കാനഡയിൽ സ്ഥിരതാമസമാക്കാൻ നല്ല അവസരമുണ്ട്. അതിനാൽ ഒരു നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ കാത്തിരുന്നാൽ കാനഡയിലേക്ക് കുടിയേറാനുള്ള നിങ്ങളുടെ സ്വപ്നം എളുപ്പമാകും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.